നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രൂപേഷേട്ടാ, ആഹാരം കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇപ്പൊ കഴിക്കുന്നു? ഞാനൊരു പാർട്ടിക്ക് പോയിട്ട് വന്നേ ഉള്ളൂ. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പാർട്ടിക്ക് പോയ ആളല്ലല്ലോ തിരിച്ചു വന്നത്. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് രൂപേഷേട്ടന്റെ മനസ്സിനെ നല്ലതുപോലെ ബാധിച്ചിട്ടുമുണ്ട്. രൂപേഷേട്ടാ, പറ, എന്താ ഉണ്ടായത്? രൂപേഷേട്ടനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അമ്മമാരൊക്കെ വിചാരിച്ചിരിക്കുന്നതേ ഞാനൊരു പൊട്ടനാണെന്നാ. അതുകൊണ്ടാ അവൻ എന്നെ കളിയാക്കാൻ വന്നത്. കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അവൻ ഒരാളെ ഇതുപോലെ കളിയാക്കാൻ ചെല്ലില്ല. ഇനി ആരൊക്കെ എന്നെ കളിയാക്കാൻ വന്നാലും ഇതുപോലെ ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. എന്റെ അമ്മോ, എന്താ ഇത്? ഇത്രയ്ക്ക് ദേഷ്യപ്പെടാനും മാത്രം എന്താ ഉണ്ടായത്? അവിടെ ഒരുത്തൻ ഒരലവലാതി ആ മീറ്റിംഗിനിടയിൽ എന്നെ കളിയാക്കാൻ വന്നു. അവൻ എന്താ പറഞ്ഞെന്ന് അറിയോ ദർശനിക്ക്? എന്തു പറഞ്ഞു? ദർശൻ അത് കേട്ടിരുന്നെങ്കിലേ അടിച്ചവന്റെ പല്ല് താഴെട്ടനെ. ഞാനായതുകൊണ്ട് ചവിട്ടിയതേ ഉള്ളൂ. ചവിട്ടിയോ? ആ, അത് ശരി. അപ്പൊ തല്ലുണ്ടാക്കിയിട്ടാ വന്നിരിക്കുന്നതല്ലേ? പിന്നെ തല്ലാതെ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയാൻ അവനാരാ? എനിക്ക് തടി കൂടിയ കൊച്ചുകൾ ഉണ്ടാവില്ല പോലും. എന്റെ അടുത്ത് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ദർശൻ എന്നെ പറ, ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്നിട്ട് രൂപേഷേട്ടൻ എന്ത് ചെയ്തു അത് പറ. ഞാനോ നൈസായിട്ട് അവനെ വിളിച്ച് ഒരിടത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവന്റെ അടിവയർ നോക്കി മുട്ടുകാല് മടക്കി ഒരു കേറ്റം കയറ്റി കൊടുത്തു. ഇനി അവന് കൊച്ചുങ്ങളുണ്ടാവില്ലെന്ന് എനിക്കൊന്ന് കാണുമല്ലോ. പിന്നെ 2 ചവിട്ടും കൂടെ കൊടുത്തു. പിന്നെ ഒരു വാക്കും കൂടെ അവൻ പറഞ്ഞിരുന്നെങ്കിലേ അവനെ ഞാൻ കൊന്നനെ. എന്താ ചിരിക്കുന്നത്? തടി കൂടിയ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയാൻ അവനെന്താ ഡോക്ടറാണോ? അവൻ ഒരു കണ്ടുപിടുത്തം. ഇനി അവൻ എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്നോട്ടല്ലോ. ഇല്ല, വരില്ല. വന്നാലേ അവന്റെ മുട്ട് പറയ്ക്കും. അപ്പോ ഒരു കാര്യം ഉറപ്പായി, രൂപേഷേട്ടന് ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ആളുകൾക്കാ തെറ്റ് പറ്റുന്നത്. മരുവത്തൂരിലെ സുമംഗലിയുടെ മകനെ എങ്ങനെയും കളിയാക്കാമെന്ന് പണ്ട് വിചാരിച്ചിരുന്നവരൊക്കെ ഇനി തീരുമാനം മാറ്റിയേ പറ്റൂ. ഇല്ലെങ്കിലേ അവരുടെയൊക്കെ എല്ലും പല്ലും പോവും. ചിലപ്പോ ഇതുപോലെ അടിവയറ്റിന് ചവിട്ട് കിട്ടുകയും ചെയ്യും. അല്ലേ രൂപേഷേട്ടാ? എന്നെ കളിയാക്കിയ ഞാൻ ഇനി ഇടിക്കും. ഇതൊക്കെ പോസിറ്റീവായിട്ടാ എനിക്ക് തോന്നുന്നത്. എന്ത് പോസിറ്റീവ്? എന്നെ കളിയാക്കുന്നോ? അയ്യോ, അതല്ല. രൂപേഷേട്ടന്റെ ഈ ധൈര്യം ഇനി എല്ലായിടത്തും ഇങ്ങനെ തന്നെ പെരുമാറണം. എല്ലാവരും ഇടിക്കണോ? അതല്ല ഞാൻ പറഞ്ഞത്. കളിയാക്കുന്നവരെ രൂപേഷേട്ടൻ ഇങ്ങനെ തന്നെ നേരിടണം. ഒരിക്കൽ വിട്ടുകൊടുത്താ അവര് പിന്നെയും തലേ കയറാൻ വരും. ഇന്ന് ചവിട്ട് വാങ്ങിയവൻ ഇനി മേലിൽ രൂപേഷേട്ടനെ കളിയാക്കാൻ വരില്ല. മരുവത്തൂരിലെ സുമംഗലയുടെ മോൻ നല്ല ഇടിയനാണെന്ന് അവര് വിചാരിക്കും. മാത്രമല്ല എന്നെ കളിയാക്കുന്നവരെയൊക്കെ വാരി വലിച്ച് നിലത്തടിക്കും ഞാൻ. അവൻ കളിയാക്കാൻ വന്നിരിക്കുന്നു. കുട്ടികൾ ഉണ്ടാവുന്ന കാര്യമൊക്കെ ദൈവത്തിന്റെ കയ്യിലാ. എനിക്കവനെ 2 ഇടിയും കൂടി ഇടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പറ്റിയില്ല. സാരമില്ല, അടുത്ത തവണ ഞാൻ കൊടുത്തോളാം. എന്തൊരു ദേഷ്യം! അതെ, ഈ ദേഷ്യം ഒന്ന് തണുക്കാൻ ഇത്തിരി ആഹാരം കഴിക്കുന്നത് നല്ലതാ.
ഞാൻ വിളമ്പിത്തരാം. വാ രൂപേഷേട്ടാ. ഒയ്യോ, എന്തിനെങ്ങനെ ബലം പിടിക്കുന്നേ? അതോ എന്നെ ഇടിക്കാൻ തോന്നുന്നുണ്ടോ? തന്നെ ഇടിക്കാനോ? താൻ എന്റെ ചെല്ലക്കുട്ടിയല്ലേ? എന്നാ വാ വാ വരാൻ വാ. നടക്ക്. മതി മതി. ആരെങ്കിലും അങ്ങനെ ഒന്ന് കളിയാക്കിന്ന് വെച്ച് അവരെ കയ്യേറ്റം ചെയ്യുന്നത് ശരിയാണോ? പിന്നെ എന്തു വേണം? അവൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് തിരിച്ചു പോരണമായിരുന്നു. പക്ഷെ രൂപേഷ് ഇത്രയും ധൈര്യം കാണിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. അതും വളരെ തന്ത്രപരമായിട്ടല്ലേ രൂപേഷ് പ്രവർത്തിച്ചത്. ആ വിശാലിനെ വിളിച്ച് അവിടുന്ന് മാറ്റി നിർത്തി അവനെ വേണ്ട രീതിയിൽ അങ്ങ് കൈകാര്യം ചെയ്തു. ഇതെല്ലാം ദർശനയുടെ ട്രെയിനിങ് ആയിരിക്കും. KR ഗ്രൂപ്പ് ഒരു വലിയ ഗ്രൂപ്പാ. അവരെ പിണക്കുന്നത് അത്ര നല്ലതല്ല. അവര് പിണങ്ങിയാലും ഇല്ലെങ്കിലും നമുക്കൊന്നുമില്ല. അതെ, എനിക്ക് നിങ്ങളോടെല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. രൂപേഷും ദർശനയും കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ദയവ് ചെയ്ത് ഈ കാര്യം എടുത്തിടരുത്. രൂപേഷേ, നീ വിഷമിക്കണ്ട രൂപേഷേ. എന്തായാലും നിന്നെ കളിയാക്കിയവന് നീ ആവശ്യത്തിന് കൊടുത്തല്ലോ, അത് നന്നായി. ഇവളിതെന്തായി പറഞ്ഞു വരുന്നേ? കുട്ടികൾ ഉണ്ടാവാത്ത എത്രയോ പേര് ഈ ലോകത്തുണ്ട്. അവരെല്ലാം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നില്ലേ? മതി ഗിരിജെ, ഈ ടോപ്പിക് ഇവിടെ സംസാരിക്കേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. നമ്മുടെ ബിസിനസ് ഗ്രൂപ്പിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി അവൻ രൂപേഷിനെ കളിയാക്കി. രൂപേഷ് അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. അതോടെ ആ പ്രശ്നം തീർന്നു. നമ്മുടെ ടേബിളിൽ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇവനെ ആരെങ്കിലും അപമാനിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? വിശാൽ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് വന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാ അവൻ അതൊരു ടോപ്പിക്കാക്കി മാറ്റിയത്. അവന്റെ പിന്നാലെ മറ്റുള്ളവരും അതിനെക്കുറിച്ച് സംസാരിച്ചു.